ഹലോ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വിളക്കുകൾ ഉണ്ടായിരിക്കും, ഓട്ടുപാത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന മെത്തേഡാണ്. ഒരു സിമ്പിൾ ടിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല, കോമൺലി എല്ലാവരും വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. എന്നാലും ഞാൻ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന വിളക്കുകളാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഈ കാണുന്ന 3 വിളക്ക് കാണുന്നില്ലേ, 1 2 3, ഈ 3 വിളക്ക് നമ്മളിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് വലിയ മാറ്റമില്ല. മറ്റ് 4 വിളക്കുകളും തമ്മിൽ അപേക്ഷിച്ച് അതിന് കുറച്ചുകൂടെ വൃത്തിയുണ്ട്, കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബാക്കി 4 വിളക്കും നമ്മൾ ഒട്ടും ഉപയോഗിക്കാത്ത വിളക്കുകളാണ്. അതാണ് ഇതിനകത്ത് മാറാമ്പലം, പൊടി, കറുത്ത പാടുകളും എല്ലാം നല്ലതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കതിനാദ്യം വേണ്ടത് ഒരു അത്യാവശ്യം വലിയ നാരങ്ങ വലുപ്പത്തിൽ പുളി, നമ്മുടെ നാടൻ വാളം പുളി എടുത്തിട്ട് ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചാൽ മാത്രം മതി. തിളപ്പിച്ച് വറ്റിക്കണമെന്നില്ല, നന്നായി തിളച്ചാൽ തന്നെ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സോപ്പ് പൊടി വേണം, കുറച്ച് ചകിരി, സ്റ്റീലിൻ്റെ സ്ക്രബ്ബ്, എല്ലാതും ഇത്രയും മാത്രം മതി. നമ്മൾ ആദ്യം ഈ പൊടിയും അഴുക്കും മാറാമ്പലെല്ലാം നമുക്കൊന്ന് വെറുതെ ഒന്ന് കഴുകിക്കളയാം. വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും സോപ്പൊന്നും ഉപയോഗിക്കണമെന്നില്ല. ഇത് നമ്മൾ വെറുതെ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്കിതിൽ എത്രത്തോളം അഴുക്ക്, നമ്മുടെ പണി എന്തോരം ഉണ്ട് എന്ന് നമുക്കിതിൽ നോക്കി അറിയാൻ പറ്റും. കണ്ടല്ലോ, ഇതിനകത്ത് കറുത്ത കളർ പാടുകളും എല്ലാം കണ്ടില്ലേ. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. നമുക്ക് ആദ്യം ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ പുറമേ നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ചകിരി, അത് നമ്മൾ ഈ പുളിയുടെ വെള്ളത്തിൽ ആദ്യം മുക്കിയിട്ട് ഈ ഇതിലായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ തേച്ച് കൊടുക്കുക. നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ മാൻ പവർ അത്യാവശ്യം വേണ്ടി വരും. നമ്മുടെ ഷോൾഡറൊക്കെ നല്ല പെയിൻ എടുക്കും. ഇത് നല്ല അഴുക്കുള്ള വിളക്കുമൊക്കെ ആണെങ്കിൽ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 എണ്ണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. 2 എണ്ണം ക്ലീൻ ചെയ്തിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ നോർമലി വിളക്ക്. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിളക്ക് കണ്ടോ, ഇതിന് 2 വ്യത്യാസം കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വിളക്കുകളെല്ലാം സോപ്പും പൊടിയും എല്ലാം ഇട്ട് നന്നായി കഴുകിയിട്ടുണ്ട്. നമുക്കത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി നമ്മുടെ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് നന്നായി തുടച്ച് ഉണക്കിയെടുക്കുക. നല്ല ഉണങ്ങിയ തുണി കൊണ്ട് നമ്മൾ വൃത്തിയായി തുടച്ചെടുത്തിട്ട്, നമ്മളിതിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക. നല്ല ചൂടത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് ഒന്നുകിൽ റാപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒരു കിറ്റിനകത്താക്കി എയറൊന്നും കിടക്കാത്ത വിധത്തിൽ എടുത്ത് വെക്കാം. നമുക്ക് കുറേ നാൾ തന്നെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇത്രയും പണി നമുക്ക് ഇനി എടുക്കുമ്പോൾ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മളിതെല്ലാതും ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ എടുത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് എണ്ണയൊന്നും തൂവാത്തത്. നമുക്കതിപ്പോൾ ആവശ്യമുള്ളതാണ്, 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളിത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യാത്തത്. നമ്മൾ ഫസ്റ്റത്തെ ലുക്ക് ഓർമ്മയുണ്ടല്ലോ, എങ്ങനെയായിരുന്നു വിളക്ക് എന്ന്. ഇപ്പോൾ ഈ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല എത്രത്തോളം അഴുക്കും കറുത്ത പാടുകളും എല്ലാം എന്തോരം പോയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ, എത്രത്തോളം വ്യത്യാസമുണ്ട് ഇത് രണ്ടും തമ്മിൽ നിന്ന്. കണ്ടോ.